ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോകാൻ പോകുന്ന സ്ഥലം ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് തായ്ലാൻഡ്. തായ്ലാൻഡിലോട്ടാണ് പോണത്. ഞാൻ എത്തിയിട്ടുണ്ട് തായ്ലാൻഡിൽ. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം എനിക്കൊരു മണ്ടത്തരം പറ്റി. ഞാൻ നാട്ടിൽ നിന്ന് പൈസ ചേഞ്ച് ചെയ്തില്ല, നമ്മുടെ ഇന്ത്യൻ മണി ചേഞ്ച് ചെയ്തില്ല. എനിക്ക് പറയാനുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും തായ്ലൻഡ് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ കറൻസി ചേഞ്ച് ചെയ്തിട്ട് വന്നാൽ മതി. അതിൽ പെട്ടുപോകും സത്യം പറഞ്ഞാൽ. ഞാനിവിടെ പെട്ടു വന്നിട്ട് എനിക്കൊരു സിം കാർഡ് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എവിടെയെന്ന് അറിയില്ല, ഞങ്ങൾ അങ്ങാടും ഇങ്ങാടും കുറേ എക്സിറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് അങ്ങോട്ട് അടക്കാം. കാരണം എൻ്റെ മെസ്സേജ് ഞാൻ എയർപോർട്ടിൽ നിന്നുള്ള വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് മെസ്സേജ് അയച്ചിട്ട് ഇതാക്കണം. അപ്പോൾ ഈ പിങ്കിൽ അതാണ് കൂട്ടുകാരത്തി, ഒരു പുള്ളിക്കാരത്തി എന്നെ അറിയാണ്ട് പോകാം. അപ്പോൾ പിന്നീട് വന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ ഒരു എക്സ്ചേഞ്ചിൽ പോയി. ഇതാണ് ആ എക്സ്ചേഞ്ച്. നിങ്ങൾ ഇവിടുന്നേ ചേഞ്ച് ആക്കിയാൽ മതി കേട്ടോ. കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, കാരണം എയർപോർട്ടിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മണിക്ക് അത്രയ്ക്ക് വാല്യൂ തന്നെയില്ല. അവർ ഭയങ്കര കുറവ്. അതായത് ഞാനൊരു 50,000 രൂപ തായ്ബാത്ത് ഇന്ത്യൻ മണി 50,000 ചേഞ്ച് ചെയ്തിട്ട് തായ്ബാത്ത് എനിക്ക് പറഞ്ഞത് ഒരു 8,000 സംതിങ് തായ്ബാത്താണ്. അത് ഞാൻ കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇന്ത്യൻ മണി വെറും 20,000 രൂപ ഉള്ളൂ. ഭയങ്കര റേറ്റ് കുറവാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നാട്ടിൽ തന്നെ ചേഞ്ച് ചെയ്തിട്ട് വന്നാൽ മതി. ഇപ്പോൾ ഞങ്ങൾ ഹോട്ടലിലോട്ട് പോവാം, ബുക്ക് ചെയ്തത്. ഇതാണ് ഹോട്ടൽ. അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് റൂമൊക്കെ ഓക്കെയാണ്, പക്കയാണ്. 4 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടുത്തെ ഒരു റേറ്റ് 1 ഡേയുടെ 1,200 തായ്ബാത്താണ്. അതായത് നാട്ടിൽ ഇന്ത്യൻ മണി നമുക്കൊരു 2,500 അത്രയും വരുള്ളൂ. ഭയങ്കര ചീപ്പ് റേറ്റ് ആട്ടോ, നമുക്ക് പേ ചെയ്യാൻ ഇതുള്ളൂ. അപ്പോൾ ഇതാണ് പുറത്തത്തെ വ്യൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇത് കണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ പുറത്തത്തെ വ്യൂ. ഇനിയിപ്പോൾ വാഷ്റൂമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വാഷ്റൂമൊക്കെ പക്കയാണ്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ടവലായാലും ടവലി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നെ. സർവീസിൻ്റെ കാര്യത്തിൽ ഇവർ പക്കയാണ്, ഒന്നും നോക്കണ്ട. പിന്നെ അപ്പുറം കബോർഡും കാര്യങ്ങളുണ്ട്, അതിലെന്താ നോക്കാം. വാർഡ്രോപ്പൊക്കെ ഉണ്ട്, പിന്നെ ഹെയർ ഡ്രയർ ഉണ്ട്, സ്ലിപ്പറുണ്ട്. നമുക്കെന്തെങ്കിലും പൈസ എന്തെങ്കിലും വെക്കണമെങ്കിൽ അതിനുള്ള ലോക്കറും അവിടെ വെച്ചിട്ടുണ്ട് അവർ. നല്ല ക്ഷീണമുണ്ട്, പെട്ടെന്നൊന്ന് ഉറങ്ങട്ടെ. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇവിടെ എക്സ്പെൻസ് ഭയങ്കരമാണ്, നമ്മളെ കൊണ്ട് താങ്ങൂല. അപ്പം പുറത്ത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നടക്കാം. ഇവിടെ ഇപ്പോൾ ചീപ്പ് റേറ്റിന് കിട്ടും. ആരും വന്ന് ഇങ്ങനെ കയ്യിൽ പൈസ ഉള്ളൊരു കുഴപ്പമില്ല കേട്ടോ, കഴിക്കുക. ഞാനൊരു ആവശ്യത്തിനും കൂടിയാണ് വേണ്ടിയാണ് ഇവിടെ വന്നത്, ഒന്നാമത്തെ കാര്യം മെയിനായിട്ട്. അപ്പം അതിന് കുറച്ച് എമൗണ്ട് വേണം. ഞാൻ എമൗണ്ട് നാളത്തെ കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ. എൻ്റെ കയ്യിൽ എല്ലാം അനുസരിച്ച് ഇതാക്കാം. ആണെന്തോ ചോദിക്കുന്നുണ്ട്, തായ് ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. നമുക്കിതൊന്നും അറിയില്ല. അവർ ഷാന്നൊക്കെയാണ് പറയണം. അപ്പം അങ്ങോട്ട് പോകണമെന്ന് എന്താണ് പറഞ്ഞത്, അതെനിക്ക് മനസ്സിലായി. അപ്പം നമ്മ പറഞ്ഞു നിർത്തിയതാണ്. നാളെ എനിക്ക് കുറച്ച് ആവശ്യമുണ്ട്. അപ്പം അത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഫണ്ട് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാൻ പറ്റും. അപ്പം അതുവരെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഞാൻ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ പിശിക്കല. വേറെ ഒന്നും വിചാരിക്കണ്ട, മലയാളികളല്ലേ, പിശിക്കാണ്. കൊള്ളാട്ടെ അത്യാവശ്യം. ഞാൻ ടാക്സിക്ക് രാവിലെ വന്നപ്പോൾ എന്താ പറയുക, പുറത്തേക്ക് കണ്ടപ്പോൾ നമ്മുടെ നാട് വിട്ട് തന്നെ ഇവിടെ ഭയങ്കര ചൂടാട്ടാ. പക്ഷെ ഈ മന്തിലൊക്കെ ഇവിടെ മഴയായിരിക്കും എന്നാണ് പറഞ്ഞത്. യൂട്യൂബിലുള്ള ഇട്ടേക്കണവരൊക്കെ ഞാൻ നോക്കിയപ്പോൾ മഴയായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഭയങ്കര ചൂടാ. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് നോക്കി നടക്കാം. അങ്ങനെ വന്നാൽ റെസ്റ്റോറൻറ്റ് എത്തി. ഏറ്റവും പറയാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ലോക്കൽ കൂടുള്ള ഏറ്റവും നല്ല കാര്യമാണ്. കാരണം ഇവിടുത്തെ ഉള്ളവർ ഇംഗ്ലീഷ് അങ്ങനെ അധികം സംസാരിക്കില്ല. നമ്മൾ സംസാരിക്കാൻ തന്നെ അവർ മൈൻഡും പോലും ആക്കില്ല. ഏറ്റവും കൂടുതൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററാണ് യൂസ് ചെയ്യണം. ഞാൻ അങ്ങനെയാണ് സംസാരിക്കണം.
അതുകൊണ്ട് പെട്ടു. ആള് ഓർഡർ പറയണ്ട അവിടുന്ന് എന്നോട് ചോദിച്ചു സ്പൈസി വേണോ നോർമലായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു നോർമൽ നിന്ന് പറഞ്ഞു, അധികം സ്പൈസി വേണ്ടെന്ന് പറഞ്ഞു. ഉറക്കപ്പിച്ച് ഞാൻ എഴുന്നേറ്റ് ഞാൻ ഹോട്ടലിൽ പോയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഫുള്ളാണ്, റൂം മൊത്തം ഫുള്ളാണ്, ആരും ചെക്കൗട്ട് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അവരെങ്ങനെ നോക്കുന്ന പറയുന്ന സമയത്ത് എന്തോ ദൈവം അയച്ച മാലാഹ കൂട്ട് ഒരാൾ ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ആ റൂം തരാം, ഒരു അരമണിക്കൂർ 40 മിനിറ്റത്തോളം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള കാര്യം ഓപ്പണായിട്ട് പറഞ്ഞു. ഹൗസ് കീപ്പിങ്ങിനോട് പറയാം ക്ലീൻ ചെയ്ത് റെഡിയാക്കും. അങ്ങനെ ഹൗസ് കീപ്പിങ് റെഡിയാക്കി അങ്ങോട്ട് ചേഞ്ചായി. ഞാൻ നേരെ കിടന്നങ്ങോട്ട് ഉറങ്ങി. ഫ്രഷാണെന്ന് നിന്നില്ല, നേരെ കിടന്നുറങ്ങി. ഇപ്പോൾ ഫുഡൊക്കെ പറഞ്ഞു, ഫുഡ് കഴിക്കട്ടെ. അപ്പം കഴിച്ചിട്ട് വരാം, നോക്കട്ടെ എന്താണ് വന്നിയെന്ന് നോക്കാം. എൻ്റെ ഫുഡ് വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്ന ഫുഡ്. ഇന്നത്തെ ലഞ്ച് കഴിച്ചിട്ട് നോക്കാം. റൈസ് ഉണ്ട് കേട്ടോ അടിയിൽ. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അഭിപ്രായം പറയാലോ, എങ്ങനെ ഉണ്ടോ നോക്കട്ടെ ഫുഡ് ആദ്യം. ഫുഡ് ഇപ്പോൾ ഞാൻ വിചാരിച്ചത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന്, പക്ഷേ ഫുഡ് നല്ല പക്കേട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, ആ ഫുഡിൽ തുളസി ഇവരിടും. ഈ ചിക്കൻ കറിയിലൊക്കെ ഇവർ തുളസി ഇടുന്നുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ അവിടെ തുളസിയൊന്നും ഇടാറില്ല കറിയിലായാലും ചിക്കൻ കറിയിലായാലും. ഇനി ബാക്കി വേറെ ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും പ്ലേസിൽ തുളസി ഇടണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും ഇടണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. തുളസിയും ഫുഡും ഒക്കെ നല്ല. ഇവർ ചിക്കൻ കറിയിൽ ഇങ്ങനെ തുളസി ഇടും, നമ്മളിങ്ങനെ ചിക്കൻ കറിയിലേ ഇടാറില്ല. എനിക്ക് അറിയില്ല. കാരണം നമ്മൾ ഈ അമ്പലത്തിൽ പോകുന്നുണ്ട് തുളസിയൊക്കെ അവിടെ നിന്നല്ലേ നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ പ്രസാദത്തിൻ്റെ ഒപ്പം കിട്ടുകൊണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ചിക്കൻ കറിയിൽ ഇങ്ങനെ തുളസി ഇടുന്നു. What's name? This one? Name. Food name. Kapauka. Kapauka. Thầy đào. Kapauka Thai Dao. Okay. നമ്മ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതപ്പുറം റോഡ് ക്രോസ് ചെയ്യണം. അവിടെ ഒരു ഗ്രോസറി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കുടിക്കാനും സ്നാക്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച്. അതിനിപ്പോൾ വിശക്കണാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങണ്ടല്ലോ, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാമെന്ന് വെച്ച്. വണ്ടി ഇപ്പോൾ തുരതുരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു പോലീസ് ജീപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് റോഡ് ക്രോസ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്ത് നമ്മൾ ഗ്രോസറിൽ എത്തിയിട്ടുണ്ട്. മിക്കതും 29 തായ് ഭാഗത്ത്, 10 തായ് ഭാഗത്ത് അങ്ങനെ കേട്ടോ. അതായത് ഇതിൻ്റെ തായ് ഭാഗത്തിൻ്റെ ഇരട്ടിയാണ് നമ്മുടെ ഇന്ത്യൻ മണി. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങി. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ സൈഡിലുള്ള ഒരു കുളം കൂട്ടാണ്. മീനൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വലിയ കോഴിക്കാർപ്പൊക്കെ ഉണ്ട്. വൈകുന്നേരമൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് സൈഡിൽ. അപ്പോൾ അതും കഴിഞ്ഞ് നേരെ ഇപ്പോൾ ഈവനിങ് ആയി. വൈകുന്നേരം പോയിട്ട് ഞാൻ ഇപ്പോൾ മോളിൽ കയറി. മോളിൽ ജിമ്മും പൂളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച്. ഇതാണ് മുകളിലത്തെ വ്യൂ. ഇതാണ് ഭയങ്കര ട്രാഫിക്കും ഇതൊക്കെ ബ്ലോക്കാണ്. നല്ല വ്യൂ ആട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇനിയിപ്പോൾ ജിം എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് വരാം നമുക്ക്. ജിമ്മ് ഞാൻ അകത്ത് കയറി. വലിയ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ഡമ്പലാണ്, ചെറിയ ഡമ്പൽസാണുള്ളത്. പോരാ തന്നെ ഞാൻ ഷൂ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാനുള്ള. ഓക്കെ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തായ്ലാൻഡിലോട്ട് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഇന്ത്യൻ മണി ചേഞ്ച് ആക്കിയിട്ട് തായ് ഭാഗത്തിലോട്ട് ആക്കിയിട്ട് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇവിടെ വന്ന് പെട്ടു നിങ്ങൾ. നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച പൈസ നമുക്ക് കിട്ടൂല. ഓക്കെ, അതെന്തായാലും ശ്രദ്ധിക്കാം, മറക്കണ്ട. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.